അല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് മുമ്പും ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ട് വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് പാർലമെൻറ്റിന് നേരെ ആക്രമണം ഉണ്ടായത്. അതിലെ പ്രതികൾ എന്ന് പറയപ്പെടുന്ന ആളുകളെ പിന്നീട് പിടികൂടി. എല്ലാവരും കിട്ടിയില്ല, കിട്ടിയിടത്തോളം ആളുകളെ പിടികൂടി വിചാരണ ചെയ്തു. ഒരാൾ തൂക്കിക്കൊന്നു, കുറച്ച് പേർക്ക് ജയിൽ ശിക്ഷ കൊടുത്തു. അതുപോലെ തന്നെയാണ് അതിന് ശേഷമാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ പി ചിദംബരം ആഭ്യന്തരമന്ത്രി ആവുന്നതിന് തൊട്ട് മുമ്പ് മുംബൈ ഭീകരാക്രമണം ഉണ്ടായി. പാകിസ്ഥാനിൽ നിന്ന് 10 തോക്കുധാരികൾ ഇവിടെ വന്ന് കണ്ട ആളുകളെ മുഴുവൻ വെടിവെച്ചു. അന്നും ഇതുപോലെ ഈ ഒരു പ്രതിയെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ, 9 പേര് വെടിയേറ്റ് മരിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം നടന്നില്ല. വെറുതെ 10 തോക്കുധാരികൾക്ക് പാകിസ്ഥാനിൽ ഇവിടെ വന്ന് കണ്ട ആളുകളെ മുഴുവൻ വെടിവെച്ച് കൊല്ലാൻ പറ്റും? അത് പറ്റില്ല. അതിൻ്റെ പുറകിൽ വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്, ആസൂത്രണമുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഒരു അന്വേഷണം നടന്നില്ല. വന്നിട്ടും പോയിട്ടും ഇപ്പോൾ വളരെ കൊല്ലത്തിന് ശേഷം തഹാവൂർ ഹുസൈൻ റാണ എന്ന ആളെ ഇന്ത്യ ഗവൺമെൻറ് വിട്ടുകിട്ടിയിട്ടുണ്ട്. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനപ്പുറത്ത് ഈ അന്വേഷണം അജ്മൽ കസബിൽ ആരംഭിക്കുക, അജ്മൽ കസബിൽ അവസാനിപ്പിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ വക കാര്യങ്ങളിലുള്ള ട്രാക്ക് റെക്കോർഡ്. നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട 2 ആക്രമണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഉറിയിലെ ആക്രമണമാണ്, സൈനിക പോസ്റ്റിന് നേരെ ഉണ്ടായ ആക്രമണം. അതിന് നമ്മൾ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് പാക് അധിനിവേശ കാശ്മീരിലേക്ക് നമ്മൾ നിയന്ത്രണ രേഖ മറികടന്ന് അവിടെ ആക്രമണം നടത്തി, തിരിച്ചടി എന്ന രീതിയിൽ. അതിനുശേഷം നമുക്കറിയാം പുൽവാമയിൽ CRPF ജവാന്മാർ സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായി, 44 പേർ മരിച്ചു. അപ്പോൾ നമ്മൾ ബാലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തി അതിന് തിരിച്ചടി നൽകി. അവിടെയും ഈ ബോംബ് വെച്ച ആളുകളെ കൃത്യമായിട്ട് കണ്ടെത്തുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് വേറെ വിഷയമാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതിനെ രണ്ടിനെയും കടത്തിവിട്ടുന്ന ആക്രമണമാണ്. കാരണം എന്ന് വെച്ചാൽ മരിച്ച ആളുകളുടെ എണ്ണം മാത്രമല്ല, മുമ്പ് ഉണ്ടായത് ഒന്ന് സൈനിക ക്യാമ്പിന് നേരെയാണ്, മറ്റേ CRPFകാർക്ക് നേരെയാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് സിവിലിയൻസിനെതിരെയാണ്. മാത്രമല്ല കാശ്മീരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾക്കെതിരെ. കാശ്മീർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് തീവ്രവാദികൾക്കോ അവരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനോ സഹിക്കാൻ പറ്റുകയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയിപ്പിക്കുന്ന രീതിയിൽ പ്രതികളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെ കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കി വിചാരണ ചെയ്ത് കീഴ്ക്കോടതി ശിക്ഷിച്ച് ഹൈക്കോടതി അപ്പീൽ കൊടുത്ത് പിന്നെ സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജി കൊടുത്ത് പിന്നെ രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുത്ത് 25 കൊല്ലത്തിന് ശേഷം നീതി നടപ്പാക്കാൻ മതിയോ? അതോ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്ത പോലെ ഭീകരന്മാരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടി നൽകണോ വേണ്ടോ? ഇതാണ് ചോദ്യം. പിന്നെ ഇവിടെ ചില ആളുകൾ ആഗ്രഹിച്ച പോലെ അത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഭയങ്കരമായ യുദ്ധത്തിലേക്ക് പോകണോ? പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കണോ? വേറെ ചില ആളുകൾ മനപ്പായസം ഉണ്ടപോലെ ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തണോ? പണ്ട് ഇന്ദിരാഗാന്ധി കിഴക്കൻ പാകിസ്ഥാനെ മോചിപ്പിച്ച് ബംഗ്ലാദേശ് ആക്കിയ പോലെ. ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആഗ്രഹങ്ങൾക്ക് പ്രത്യേകിച്ച് ടാക്സ് ഇല്ലാത്തതുകൊണ്ട് ആർക്ക് എന്ത് വേണമെങ്കിൽ ആഗ്രഹിക്കാം. മനോരാജ്യത്തിൽ എന്തിനാ അർദ്ധരാജ്യം എന്ന് ചോദിച്ചുകൊണ്ട് മുഴുവൻ പാകിസ്ഥാൻ നമുക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാം. പക്ഷെ ഒന്നും നടപ്പുള്ള കാര്യങ്ങളെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് ഇങ്ങോട്ട് അടിച്ചതിന് 10 മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യം 15-ാം ദിവസം നടപ്പാക്കി. എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഒന്നും ചെയ്യാത്തതെന്നാണ് ഇത്രയും ദിവസം പ്രതിപക്ഷക്കാർ ചോദിച്ചത്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ചോദിച്ചില്ല, പ്രധാനമായിട്ട് കോൺഗ്രസ്സാണ് ചോദിച്ചത്. കാരണം മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് അറിയാം ഇത് വളരെ വൈകാരികമായിട്ടുള്ളൊരു വിഷയമാണ്. ആ 26 ടൂറിസ്റ്റുകൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ആളുകൾ വെടിയേറ്റ് മരിക്കും. അത് മതം ചോദിച്ച് വെടിവെച്ച് കൊല്ലും. സ്ത്രീകളെ മാറ്റി നിർത്തി പുരുഷന്മാരെ മാത്രം കൊല്ലുന്നു. ഇങ്ങനെയൊക്കെ വളരെ വൈകാരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തിട്ട് അതിൻ്റെ അകത്താണ് ഈ കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് ഉത്സാഹമില്ല? ഇവർ ഭരിക്കുന്ന സമയത്ത് പ്രതികളെ പിന്നെ പൊടിവിട്ട് എന്നാൽ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടുമായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയെ കൊന്ന കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പോൾ പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ തീവ്രവാദികളെ പിടിക്കാത്തതിൽ വിഷമം വിചാരിക്കുന്നത്. ഇല്ലേ? ഇന്ദിരാഗാന്ധിയെ കൊന്ന കേസിൽ എത്ര പ്രതികളുണ്ടായിരുന്നു? യാതൊരു ഗൂഢാലോചനയില്ലാതെ 4 സർദാർജിമാരെ വിചാരിച്ച് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊന്നല്ല. അപ്പോൾ അതുപോലും തെളിയിക്കാൻ പറ്റാത്ത ആളുകൾ ഇവിടെ പഹൽഗാമിലെ പ്രതികളെ പിടിക്കാത്തതിലാണ് വിഷമം. പ്രതികളെന്ന് വെച്ചാൽ അങ്ങനെ ചില്ലറക്കാരുടെ സാധാരണ പ്രതികളൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ പൂജപ്പുരയിലോ അല്ലെങ്കിൽ വിയ്യൂരെ കിടക്കുന്ന പോലത്തെ സാധാരണ പ്രതികളല്ല. കുത്തുകേസിലെ പ്രതികളോ പോക്കറ്റടി കേസിലെ പ്രതികളോ അല്ല. പരിശീലനം കിട്ടിയ തീവ്രവാദികളാണ്. അവർ ജനത്തിൻ്റെ ഇടയിൽ അപ്രത്യക്ഷരായി. ഇവർ ഏതെങ്കിലും കാലത്ത് കിട്ടുമ്പോൾ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കിട്ടുന്നിടത്ത് വെച്ച് തട്ടിക്കളയോ മാർഗമുള്ളൂ. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രതികളെ നമുക്ക് ലുക്കൗട്ട് നോട്ടീസ് കൊടുത്ത് പിടിക്കാൻ പറ്റുമോ? എനിക്കൊന്നല്ല. അപ്പോൾ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം. അത് ചെയ്തു ഇന്ത്യ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് ചെയ്തു. പാകിസ്ഥാന് വലിയ ക്ഷീണം ഉണ്ടാക്കി. മുമ്പ് 2 പ്രത്യാക്രമണം ഉണ്ടായപ്പോഴും അവരിങ്ങനൊരു സംഭവമില്ല എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കുകയാണ് ചെയ്തത്. ഇത് അവർക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. കാരണം ആക്രമണം നടത്തിയതിൻ്റെ പിന്നാലെ തന്നെ സർക്കാർ മിലിറ്ററി ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വിട്ടു. ഭയാനകമായ രീതിയിൽ ഇവർക്ക് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളത് എല്ലാവർക്കും വ്യക്തമായി. അപ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യണം. അവർ പ്രത്യാക്രമണം നടത്തുന്നു എന്ന മട്ടിൽ ഡ്രോണുകൾ അയച്ചു, മിസൈലുകൾ അയക്കാൻ ശ്രമിച്ചു. നമ്മുടെ
വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അതിനെയൊക്കെ തകർത്തു എന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അതിപ്പോഴും വിശ്വാസമായിട്ടില്ല. അവരിതിനൊക്കെ തെളിവ് വേണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിമാനം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണം. ഇങ്ങനെ പിന്നെ എന്തുകൊണ്ട് ഇത് നിർത്തി? അതാണ് അടുത്ത ചോദ്യം. ഇത് കൽപ്പാന്തകാലം വരെ യുദ്ധം ചെയ്യാൻ പറ്റുമോ പാകിസ്ഥാനുമായിട്ട്? യുദ്ധം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും ഇത് വലിയ സമ്പദ് വ്യവസ്ഥയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച തടസ്സപ്പെടും. മാത്രമല്ല ഒരുപാട് സൈനികരുടെ ജീവൻ ഹോമിക്കേണ്ടതായിട്ട് വരും. ഒരുപാട് നാശനഷ്ടങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാവും. ഇപ്പോൾ പറയുന്ന പോലുള്ള തമാശ അല്ല, രസമുള്ള കാര്യമല്ല. അപ്പോൾ നിയന്ത്രിതമായ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു തിരിച്ചടിയാണ് സർക്കാർ ആസൂത്രണം ചെയ്തത്. അത് ഏറെക്കുറെ ഫലപ്രദമായിട്ട് നടപ്പാക്കിച്ചു. പിന്നെ യുദ്ധമാകുമ്പോൾ വിമാനങ്ങൾ നഷ്ടപ്പെടും, ടാങ്കുകൾ നഷ്ടപ്പെടും. അതൊക്കെ ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. 1971 യുദ്ധത്തിൽ നമുക്ക് നഷ്ടങ്ങളുണ്ടായി, 65 യുദ്ധത്തിലുണ്ടായി, കാർഗിൽ യുദ്ധത്തിലുണ്ടായി. അത് എവിടെ യുദ്ധം നടക്കുമ്പോഴും ചില വിമാനങ്ങൾ വെടികൊണ്ട് വീഴും, ചില ടാങ്കുകൾ അവർ തകർക്കും, ചില പീരങ്കികൾക്ക് കേടുപാട് പറ്റും, കുറേ സൈനികർ മരിക്കും. ഇതൊക്കെ സാധാരണ പതിവാണ്. അത് ഏറ്റവും പരിമിതപ്പെടുത്താനാണ് ഏത് സർക്കാരും ശ്രദ്ധിക്കുക. പാകിസ്ഥാനാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും വേറെ ഏത് രാജ്യമാണെങ്കിലും അതാണ് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൽ പിന്നെ സംശയം പ്രകടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മിതമായ ഭാഷയിൽ വിവരക്കേടാണ്. പിന്നെ കോൺഗ്രസിന് അങ്ങനെ ഫലപ്രദമായ ഒരു നേതൃത്വമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ CPM അടക്കമുള്ള പാർട്ടികൾ സ്വീകരിച്ച നിലപാട് നോക്കുക. എല്ലാവരും അകൈതവുമായിട്ട് സർക്കാരിനും സൈന്യത്തിനും പിന്തുണ പ്രഖ്യാപിച്ചു ഇല്ലേ? CPM അങ്ങനെ ചെയ്ത്, DMK അങ്ങനെയാണ് ചെയ്തത്. ആ സർക്കാരിൻ്റെ വലിയൊരു വിമർശകനായ പാകിസ്ഥാൻ പക്ഷപാതി എന്ന് പോലും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന OIC അങ്ങനെ നിലപാടാണ് സ്വീകരിച്ചത്. ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അങ്ങനെയാണ് നിലപാടെടുത്തത്. മമതാ ബാനർജി അങ്ങനെയാണ് നിലപാടെടുത്തത്. ഇവർക്ക് ആർക്കും ഒരു സംശയമില്ല ഇന്ത്യ ഗവൺമെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രാപ്തിയെക്കുറിച്ചോ ഒന്നും സംശയമില്ല. സംശയമുള്ളൊരു കൂട്ടർ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ തന്നെ പലരും പല രീതിയിലാണ് അഭിപ്രായം പറയുന്നത്. അതാണ് ഏറ്റവും വലിയ തമാശ. ചിദംബരം പറഞ്ഞത് ബുദ്ധിപൂർവമായ തീരുമാനമാണെന്നാണ്. തരൂർ പറഞ്ഞ് ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്നാണ്. മറ്റ് പല നേതാക്കളും ഏതാണ്ട് ആ രീതിയിലുള്ള അഭിപ്രായങ്ങൾ തന്നെ പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിലിരിക്കുന്ന ചില അതിബുദ്ധിമാന്മാർ എല്ലാത്തിനും തെളിവ് ചോദിക്കുകയാണ്. അവർ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയാവുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരൊറ്റ കൂട്ടരുള്ളൂ. അത് പാകിസ്ഥാനോട് ആശയപരമായിട്ടും മതപരമായിട്ടും ഐക്യമുള്ള 1971 യുദ്ധത്തിലൊക്കെ പാകിസ്ഥാന് ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മത തീവ്രവാദികളും മതമൗലികവാദികളും മതരാഷ്ട്രവാദികളുമാണ്. അവരുടെ സംശയങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ കൂടി പ്രതിധ്വനിക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ അജണ്ട ഒന്ന് തന്നെയാണ്. അവരുടെ കുഴി അവർ തന്നെ കുഴിക്കണം. അവർക്കത് മനസ്സിലാവുന്നില്ല. 2019 പുൽവാമയിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഇത് തന്നെയാണ് സ്ഥിതി ഇല്ലേ? പുൽവാമയിൽ ആക്രമണം ഉണ്ടാകുന്നു. അവർ പറഞ്ഞു ഇന്ത്യൻ സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് പരാജയമാണ്, സെക്യൂരിറ്റി ലാപ്സാണ് എന്ന് പറഞ്ഞു. ഉണ്ടായി കാണും, ഇൻ്റലിജൻസ് പരാജയം ഉണ്ടായി കാണും, സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായി കാണും. പക്ഷേ സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ട സമയമാണോ? 44 ധീര ജവാന്മാർ ഒറ്റ പൊട്ടിന് മരിക്കുകയാണ്. ആ സമയത്ത് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തണോ അതോ നമ്മുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തണോ? കോൺഗ്രസ്സുകാരുടെ തിയറി അനുസരിച്ച് നമ്മുടെ സർക്കാരിനെ ആദ്യം കുറ്റപ്പെടുത്തണം, അതിട്ട് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തണം എന്നാണ്. അത് കഴിഞ്ഞ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയപ്പോൾ കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധി അടക്കമുള്ളൊരു തെളിവ് എവിടെ? അവർക്ക് തെളിവ് കണ്ടാലും ബോധ്യം വരുള്ളൂ. തെളിവ് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് അടുത്ത വിഷയം. അത് കഴിഞ്ഞൊരു വൈമാനികനെ പിടിച്ചുകൊണ്ട് പോയി ഇല്ലേ, അഭിനന്ദൻ വർത്തമാൻ. ഈ അഭിനന്ദൻ വർത്തമാനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴും കോൺഗ്രസ്സുകാർ എവിടെ വൈമാനികനെ വിട്ടുവരൂ, വൈമാനികനെ കിട്ടാതെ നിങ്ങൾ വെറുതെ വീരവാദം പറഞ്ഞതിൽ കാര്യമില്ല. 2-ാം ദിവസം വൈമാനികൻ തിരിച്ചു വന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ വായടച്ചു പോയി. ഇതൊക്കെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കില്ലേ? അതല്ലേ 2019 കോൺഗ്രസിന് ഇത്ര വലിയ ചരിത്ര പരാജയം ഉണ്ട്. അവർ ഇതുവരെ അതുപോലുള്ള പ്രവൃത്തികളെ ചെയ്തിട്ടുള്ളൂ. ഇനിയും അത് തന്നെ ചെയ്യും എന്നുള്ളിടത്താണ് BJPയുടെ പ്രതീക്ഷ. ഇപ്പോൾ രാജ്യത്ത് ആകമാനം തീവ്ര ദേശീയ വികാരം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വന്ന് പ്രത്യേകിച്ച് ഒരു പ്രകോപനം ഇല്ലാതെ 26 പേരെ വെടിവെച്ചു കൊടുക്കും, മതം ചോദിച്ച് വെടിവെച്ചു കൊടുക്കും. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് സർക്കാരിനെ സമീപിക്കുകയാണ്. അത് എന്തുകൊണ്ട് നിങ്ങൾ ഈ വിവരം നേരത്തെ അറിഞ്ഞില്ല? നേരത്തെ അറിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ഇവരെ തടഞ്ഞില്ല? ഈ തീവ്രവാദികൾ എവിടെ പോയി? അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് നിങ്ങൾ CRPC അനുസരിച്ച് എന്ത് നടപടി സ്വീകരിച്ചു? ലുക്കൗട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. അവർ ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൽ എന്ത് തെളിവാണുള്ളത്? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് അടുത്തത്, ഇവിടുന്ന് എത്ര ബോംബാണ് അവിടെ കൊണ്ടുപോയി ഇട്ടത്? അവിടെ എന്ത് നാശനഷ്ടമാണ് ഉണ്ടായത്? ഈ നാശനഷ്ടം ഉണ്ടായെന്നുള്ളതിന് രേഖാപരമായ വല്ല തെളിവുണ്ടോ? പാകിസ്ഥാൻ തിരിച്ചടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടെങ്കിൽ അടി എങ്ങനെയായിരുന്നു? എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു? എത്ര ടാങ്കുകൾ നഷ്ടപ്പെട്ടു? ഇങ്ങനെയൊക്കെ ഒരു വലിയ ചോദ്യാവലിയുമായിട്ട് AICC ആഫീസിൽ നിന്നുള്ള ദൂതന്മാർ പുറപ്പെട്ടിരിക്കുകയാണ്. ഈ വൈതാളികന്മാർ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെ എഴുതി കൊടുത്ത ചോദ്യപേപ്പർ വെച്ചിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇതിനെ നേരിടുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ ടെലിവിഷൻ ചാനലിൽ നടക്കുന്ന ചർച്ച ഞാൻ കണ്ടു. അതിൽ അവരുടെ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള ആൾ പറയുന്നത് ഇതാണ്: കോൺഗ്രസ്സുകാർ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയ സമയത്താണ് ശശി തരൂർ പുറകിൽ നിന്ന് കുത്തിയത് എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആരെ എഴുതി കൊടുത്തെന്നുള്ള ആരും വ്യക്തമായില്ലേ? ഇതാണ് സംഭവിക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ അജണ്ട തീരുമാനിക്കുന്ന മതമൗലികവാദികളും മതരാഷ്ട്രവാദികളും ഛിദ്രശക്തികളും വിധ്വംസക ശക്തികളുമാണ്. ഇത് പറയുന്നത് നമുക്ക് വിഷമമുണ്ട്, എങ്കിൽ പോലും സത്യവാദമാണ്.